നമസ്കാരം, എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്കക്കുരു മുരിങ്ങയ്ക്കും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ആ ചക്കക്കുരുവിനെ ഇങ്ങനെ കല്ലിലിട്ട് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. അതൊന്ന് തല്ലി വരികയും ചെയ്യും. അത് ഇങ്ങനെയുള്ള ചക്കക്കുരുവും ഇതിലേക്ക് ഈ മുരിങ്ങയ്ക്കയിലയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിന് താഴെയായിട്ടാണ് വെള്ളം നിൽക്കേണ്ടത്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒരിടത്തോട്ടിടാം. ഒരുമിച്ചിട്ട് അത് നല്ലപോലെ വെന്ത് വരട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വേവിക്കാം. ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ 3 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, പിന്നെ 2 പച്ചമുളകും ഇവയെല്ലാം ചേർത്ത് അരച്ചെടുക്കാം നന്നായി. ചക്കക്കുരു മുരിങ്ങയ്ക്കൊക്കെ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല അടച്ച് വേവിക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കത് തുറക്കാം. നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് കടുവറുക്കാം. കടുവറുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്പം നല്ലതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം കടുവറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇട്ട മുരിങ്ങയ്ക്ക തോരൻ റെഡി. ബൈ ബൈ.